കോർഡിനേറ്റർ. അതിനുശേഷം ഇതുണ്ടാവും, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ. ഇതിനുശേഷം റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ, അതായത് സൗത്ത് ഇന്ത്യക്ക് ഒരാൾ, നോർത്ത് ഇന്ത്യക്ക് ഒരാൾ. ഇതിനുശേഷം സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇതിനുശേഷം ഡിസ്ട്രിക്ട് വൈസ് ഒരു സ്റ്റോക്കിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ. ഇതിനുശേഷം ഹോൾസെയിലർ. ഇതിനുശേഷം റീറ്റെയിലർ. ഈ റീറ്റെയിലറിന്റെ കാര്യമാണ് നമ്മൾ പോയി 100 രൂപയ്ക്ക് മേടിക്കുന്നത്. ഈ ഒരു മാർക്കർ മേടിക്കാൻ ഞാൻ ഫാക്ടറി പോയി തരോ ഒരു മാർക്കർ പരിചയം തരുമായിരിക്കും, ഫാക്ടറി ഔട്ട്ലെറ്റ് ആണെങ്കിൽ തരുമായിരിക്കും, അല്ലാണ്ട് തരില്ല. അവരെന്ത് പറയും, മിനിമം ഒരു ലോഡ് ഒരു ലോറി നിറച്ച് ഒരു 10,000 പീസ് മേടിക്കും, നിങ്ങൾക്ക് 30 രൂപയ്ക്ക് തരാമെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം മേടിക്കാൻ പോകണമെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ചേട്ടാ ഒരു മാർക്കർ കൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് സാധനം മേടിക്കും. 100 രൂപയുടെ സാധനം പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത് 30 രൂപ, ഞാൻ മേടിക്കുന്നത് 100 രൂപയ്ക്ക്. ഇതിനിടയ്ക്ക് എത്ര രൂപ ബാക്കിയുണ്ട്? 70%. എവിടെ പോയി? ഈ ആൾക്കാർ എത്ര എടുത്തു എന്ന് അറിയോ? ഈ ആൾക്കാർ എല്ലാവരും കൂടി ഒരു ഏകദേശം, ഞാനിത് എല്ലായിടത്തും ഇത്രയും കാണുന്നില്ല, ചില സ്ഥലത്ത് കുറച്ച് കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് കുറവായിരിക്കും, പക്ഷെ ഏകദേശം നമ്മൾ നാഷണൽ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 35% ആണ് ഈ മിഡിൽ മാൻ, ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാർ അവരെടുക്കുന്നത്. തീർച്ചയായിട്ടും അവർ തെറ്റൊന്നുമില്ല, കാരണം അവരും പണം മുടക്കുന്നുണ്ട്, പൈസ മുടക്കുന്നുണ്ട്, എഫർട്ട് ഇടുന്നുണ്ട്, അവർക്ക് അതിന്റെ ലാഭം കിട്ടണം. ഒരു 5% ലാഭം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തെറ്റാണോ? ഒട്ടുമല്ല. ഇവിടെ ഈ പറയുന്ന ആൾക്കാർക്ക് 35% കമ്പനികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ബാക്കി 35% എവിടെ പോകും? പരസ്യത്തിന് പോകും. ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യറായൊക്കെ ഒന്ന് ടി വിയിൽ പറയും, ഐശ്വര്യ പറയും ലക്സ് ഇസ് ദ സീക്രട്ട് ഓഫ് ലക്സ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ ബ്യൂട്ടി. സച്ചിൻ പറയും ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയും. ഫ്രീ ആയിട്ടാണ് അവരൊക്കെ പറയണേ. ബൂസ്റ്റ് സച്ചിന്റെ കമ്പനിയാണോ, അല്ലെങ്കിൽ സച്ചിന്റെ അച്ഛന്റെ കമ്പനിയാണോ? അല്ല. ഈ ലക്സ് എന്ന് പറയുന്ന കമ്പനി ഐശ്വര്യയുടെ സ്വന്തം കമ്പനിയാണോ? പിന്നെ ഇവർ എന്തിനാണ് പറയുന്നത്? നല്ലതാണ് ഉപയോഗിക്കാനായിട്ട്, കാശ് കിട്ടുന്നുണ്ട് അല്ലെ? 5 ലക്ഷം കൊടുത്താൽ ഇവരൊക്കെ പറയുമോ? സച്ചിൻ ഒന്ന് പറയുമോ 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ? മിനിമം 5 കോടി കൊടുക്കണം ഒരു വർഷത്തേക്ക്. അതിനുശേഷം റിന്യൂ ചെയ്യണം, റിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും 5 കോടി. ഞാൻ ആവറേജാണ് പറയുന്നത്. ചിലർ 20 കോടി 30 കോടി 50 കോടി മേടിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഈ 35% പോണേന്ന് മനസ്സിലായോ? പരസ്യത്തിന്. പരസ്യം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ കുറിച്ച് അറിയില്ല, നമ്മൾ പോയി മേടിക്കില്ല. ഇപ്പൊ ഇന്ന് നമുക്ക് ലക്സിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഡൗവിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഓരോ സാധനം കുറിച്ച് അറിയുന്നത് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം വഴിയാണ് അറിയുന്നത്. പക്ഷെ പരസ്യം വഴി അറിയുന്നതിലും കൂടുതലായിട്ട് നമ്മളൊരു സാധനം മേടിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു പരിചയക്കാരൻ നമ്മളടുത്ത് പറയുമ്പോഴാണ്. ഉദാഹരണം സാറ് ഉപയോഗിക്കുന്ന വണ്ടി, സാറിൻ്റെ അടുത്ത് ഒരാൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഈ വണ്ടി നല്ല വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്, കംഫർട്ട് ഉണ്ട്, അതിനകത്ത് പരസ്യം കണ്ടിട്ട് ആയിരിക്കില്ല മേടിച്ചത്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടായിരിക്കും മേടിച്ചത്. എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ടിയാഗോ പറഞ്ഞ വണ്ടിയാണ്. ടാറ്റയ്ക്ക് പരസ്യം വളരെ കുറവാണ്, സ്വിഫ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പരസ്യം. പക്ഷെ എന്നോട് ഒരാൾ പറഞ്ഞു വണ്ടി വളരെ സേഫ്റ്റിയാണ്, നല്ല ബോഡി നല്ല ഹാർഡ് ബോഡിയാണ്, മൈലേജ് കുറച്ച് കുറവായിരിക്കും, വണ്ടിക്ക് സ്മൂത്ത്നെസ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ വണ്ടി പക്ക സേഫാണ്, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. അത് അത്രയും വണ്ടി ഹാർഡായിരുന്നു അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ വണ്ടി മേടിക്കാൻ കാരണം എന്താണ്? പരസ്യം കണ്ടല്ല, ഒരാളെന്നോട് വണ്ടിയെ കുറിച്ച് പറഞ്ഞു, നല്ല വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി മേടിച്ചു. ഇനി ഇതുപോലെ ഈ പറയുന്ന പരസ്യക്കാർക്ക് 35%, ഇടനിലക്കാർക്ക് 35%, 70% കൊടുക്കുന്നത് ബ്ലൂ ലൈഫ്. ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ 70% ഇവിടെ ബ്ലൂ ലൈഫ് ഉണ്ട്, ഇവിടെ കസ്റ്റമർ ഉണ്ട്. ഈ 70% ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനി വീതിച്ചു കൊടുക്കും. എന്താ തെറ്റ്? പലരും പറയാറുണ്ട് ഈ ബിസിനസ് തെറ്റായ ബിസിനസ്സാണ്, ഇത് ശരിയായ ബിസിനസ് അല്ല, ഇത് എന്താണ് ആൾക്കാരെ പറ്റിക്കുന്ന ബിസിനസ് എന്ന് പറയാറുണ്ട് പലരും. ഞാൻ പറയുന്നു ഇവർ ശരിയാണ്, ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് 35% മേടിക്കുന്നു. ഇവർക്ക് ഭയങ്കര ഫേസ് വാല്യൂ ഉണ്ട്, സ്റ്റാർ വാല്യൂ ഉണ്ട്, അത് വെച്ച് ഇവർ 35% മേടിക്കുന്നു. നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണെന്ന് തോന്നിയിട്ട് നമ്മൾ നമ്മുടെ പരിചയക്കാരോട് പറഞ്ഞ് ഇതൊരു ബിസിനസ്സായിട്ട് ബിൽഡ് ചെയ്ത് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ മിനിമം 2 വർഷം പിടിക്കും. ഇതിനു വേണ്ടി ഞാൻ 2 വർഷം ഞാൻ ശ്രമിച്ചു, ഞാൻ എൻ്റെ ടീം ബിൽഡ് ചെയ്തു. ഇതിൽ കൂടി എനിക്ക് കമ്പനിയുടെ 70% കമ്പനി ഡിവൈഡ് ചെയ്ത് തരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ 70% കിട്ടണം, എനിക്കും എൻ്റെ കൂടെ വന്നിരിക്കുന്ന വ്യക്തികളും. എനിക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു 7, 8, 10% കിട്ടുള്ളൂ. എൻ്റെ താഴെ വന്ന ബിസിനസിൻ്റെ ബേസിൽ മാത്രമാണ് എനിക്ക് വരുമാനം കിട്ടുള്ളൂ. ഉദാഹരണം, എൻ്റെ താഴെ 1 ലക്ഷം വ്യക്തികൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ടീമായിട്ട്.
ഈ 1 ലക്ഷം വ്യക്തികൾ ചെയ്യുന്നത് 1 രൂപയുടെ ബിസിനസ് ആണെങ്കിൽ ഈ ടോട്ടൽ ബിസിനസ് എത്രയായി? 1 ലക്ഷം രൂപയുടെ ബിസിനസ്സായി. അതിന്റെ എത്ര ശതമാനം അവർ വിധിച്ചു കൊടുക്കാം? 70%. എത്ര രൂപ വിധിച്ചു കൊടുക്കും? 70,000 കൊടുക്കുള്ളൂ. ഇനി എന്റെ താഴെ 10 ആളേ ഉള്ളൂ. ഈ 10 ആള് ബിസിനസ് ചെയ്തത് 1 ലക്ഷം വെച്ചിട്ടാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ടോട്ടൽ ബിസിനസ് എത്രയായി? 10 ലക്ഷമായി. കമ്പനി എത്ര വിധിച്ചു കൊടുക്കും? 70%. എത്രയായി? 7 ലക്ഷം. അപ്പൊ കമ്പനി ഇവിടെ എങ്ങനെയാണ് വരുമാനം കൊടുക്കുന്നത്? താഴെ നടന്ന ബിസിനസിന്റെ ബേസിലാണ്. താഴെ എത്ര ആള് വന്നു എന്നുള്ളതല്ല പ്രാധാന്യം, നിങ്ങളുടെ താഴെ എത്ര ബിസിനസ് നടന്നു. ഉദാഹരണം, എനിക്ക് തുണിക്കടയുണ്ട്. എൻ്റെ തുണിക്കടയിൽ 100 ആൾ ഇന്ന് രാവിലെ തൊട്ട് കയറി ഇറങ്ങി, ഒരാളൊന്നും മേടിച്ചിട്ടില്ല. എനിക്ക് ലാഭം കിട്ടും. ഇനി 100 ആൾ കയറി ഇറങ്ങി, ഓരോ കർച്ചീഫാണ് മേടിച്ചത്. കർച്ചീഫിൽ എനിക്ക് ലാഭം 10 രൂപയാണ്. 100 ആൾ കയറി ഇറങ്ങി, ഓരോ കർച്ചീഫ് മേടിച്ചു. അപ്പോൾ എത്ര കർച്ചീഫ് വിറ്റു? 100 കർച്ചീഫ്. ഒരു കർച്ചീഫിൽ ലാഭം എത്രയാ? 10. ലാഭം എത്രയായി? 1000 രൂപ. ഇനി ഒരാൾ കയറിയുള്ളൂ, അയാൾ മേടിച്ചത് 10,000 രൂപയുടെ സാരിയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എത്ര കിട്ടി? 10% ലാഭമാണെങ്കിൽ 1000 രൂപ കിട്ടി. ഒരാൾക്ക് എനിക്ക് 1000 രൂപ കിട്ടി. മറ്റേതെന്താ 100 രൂപ കയറി കിട്ടി 1000 രൂപ കിട്ടുള്ളൂ. അപ്പോൾ എത്ര ആൾ വന്നു എന്നുള്ളതല്ല പ്രാധാന്യം. ഞാൻ ഇവിടെ എൻ്റെ ടീമിൻ്റെ കൂടെ എത്ര രൂപയുടെ ബിസിനസ് ചെയ്തു, അതിനാണ് പ്രാധാന്യം. ഇവിടെ ബ്ലൂ ലൈഫിൽ നമുക്ക് വരുമാനങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തൊക്കെയാണ് വരുമാനത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം ഞാൻ സിസ്റ്റം പറയും. നിങ്ങൾ ആ സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. ആ സിസ്റ്റം ഫോളോ ചെയ്താൽ ഈ ഞാൻ എഴുതാൻ പോകുന്ന എല്ലാ വരുമാനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലോട്ട് കിട്ടും. ഏറ്റവും ആദ്യത്തെ പ്രോഫിറ്റാണ്, വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നമുക്ക് ഓരോ പർച്ചേസിനും 50% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. രണ്ടാമത്തത് ഡയറക്റ്റ് സെയിൽസ് ബോണസ്. മൂന്നാമത്തത് പെർഫോമൻസ് ബോണസ്. നാലാമത്തത് മെന്ററിംഗ് ബോണസ്. അഞ്ചാമത്തത് കമ്പനിയുടെ റാങ്കും ആ റാങ്ക് നമ്മൾ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡുകൾ. ആറാമത്തത് റോയൽറ്റി. ഇതിനുശേഷം കുറച്ച് ഓഫേഴ്സാണ്. ആനുവൽ ബോണസ്, ബിസിനസ് ബിൽഡർ ബോണസ്, കമ്പനിയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഗോവ ട്രിപ്പിന്റെ ഒരു ചെറിയ ക്വാളിഫിക്കേഷൻ, സേഫ് സോൺ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി വരുമാനമായിട്ടും ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഡീറ്റെയിൽഡ് പറയുന്ന സമയം എടുക്കും. പക്ഷെ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിയുടെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഫോളോ ചെയ്താൽ എനിക്ക് ഇതെല്ലാം കിട്ടും. സിസ്റ്റം എന്താണ്? അതിനൊരു പേരുണ്ട്, സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇതിന്റെ സ്റ്റെപ്പ് 1 ചെയ്ത വ്യക്തികൾക്ക് ഈ സിസ്റ്റം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് സ്റ്റെപ്പ് 1 ആവുന്നത്. അത് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഈ മാസം ഒരു ട്രെയിനിങ് വെച്ചിരുന്നു എറണാകുളത്ത്. അടുത്ത മാസം വെക്കുന്ന ട്രെയിനിങ്, ഈ മാസം ഈ സിസ്റ്റം ചെയ്തവർ. ഇതാണ് നമ്മുടെ ബ്ലൂ ലൈഫിന്റെ LKG എന്ന് പറയാം. നമ്മൾ ഈ ബ്ലൂ ലൈഫിനെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും ABCD 1 2 3 പഠിപ്പിക്കുന്ന സ്ഥലം. ഈ ഒരു LKG സ്റ്റെപ്പ് 1 കഴിഞ്ഞ ആൾക്കാർക്കാണ് ആ ട്രെയിനിങ് കിട്ടുക. അപ്പോൾ LKGയിൽ നമ്മൾ ഒരു വർഷം പഠിച്ച് ഈ ഹോളിലേക്ക് ചിലവർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അടുത്ത മാസം ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അവർ തന്നെയാണോ വരേണ്ടത്? ഇനി അവർ വരാൻ പാടില്ല. അടുത്ത പുതിയ ആൾക്കാരാണ്. നിങ്ങൾ UKGക്ക് പോകണം. ഇത് പലരും ഉണ്ട്, സാറേ ഞാൻ വീണ്ടും ഞാൻ 10ാം ക്ലാസ് ആയി, പക്ഷെ എനിക്ക് LKGയിൽ വീണ്ടും ഇരിക്കണം. സംഭവം ശരിയാണ്, ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. കാരണം എന്താണ്, പഠിക്കേണ്ട, ഉറങ്ങാൻ, നേരത്തെ തമാശ കളിക്കാം. 10ാം ക്ലാസ് ആകുമ്പോൾ എന്തായി, ഉത്തരവാദിത്തം കൂടി കൂടുതൽ പഠിക്കണം. പക്ഷെ നമ്മൾ ഒരു വർഷം LKG പാസ്സായി മേലോട്ട് പോയാൽ പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയാണ് അവിടെ കയറ്റേണ്ടത്. നമ്മൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രാവശ്യം വന്നു പോയാൽ ചെയ്യേണ്ടത്, അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരാണ് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കണം. നിങ്ങളുടെ ടീമിൽ ഉദാഹരണം ഈ പ്രാവശ്യം 2 പേര് വന്നിട്ടുണ്ടായി, ഉദാഹരണം അടുത്ത പ്രാവശ്യം മിനിമം ഒരു 5 പേരുണ്ടാവണം. നിങ്ങൾ നമുക്ക് ടാർഗറ്റ് വെക്കണം. പതിയെ പതിയെ ഈ ടാർഗറ്റ് കയറി വരണം. അപ്പോഴാണ് നിങ്ങളുടെ താഴെ ബിസിനസ് കയറുക. അപ്പൊ എന്താണ് ഈ സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഇതാണ് വരുമാനങ്ങൾ. ഇത് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ എന്താണ് സിസ്റ്റം? എന്തിനാണ് ഞാൻ സിസ്റ്റം ചെയ്യാൻ പറയുന്നത്? ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, നിർബന്ധമില്ല. ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന സിസ്റ്റം. വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ടീം വളരും, നമ്മുടെ താഴെ ബിസിനസ് കൂടും. നമുക്കിവിടെ എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? വരുമാനം. വരുമാനം പറഞ്ഞെങ്കിൽ എന്താണ് ഇവിടെ ആവശ്യം? താഴെ ബിസിനസ് കൂടണം. താഴെ ബിസിനസ് കൂടാനുള്ള സിസ്റ്റമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 ആണ് സിസ്റ്റത്തിന്റെ പേര്. ഉദാഹരണം, ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം എന്റെ താഴെ എന്താ ചെയ്യേണ്ടത്? ബിസിനസ് കൂട്ടണം അല്ലെ? പതിയെ പതിയെ എന്റെ താഴെ ബിസിനസ് വരണം. ഉദാഹരണം, ഞാനിവിടെ തിരുവനന്തപുരത്ത് ജിയോ എന്ന് പറയുന്ന മൊബൈൽ അല്ലെങ്കിൽ എയർടെൽ എന്ന് പറഞ്ഞ മൊബൈലിന്റെ റീചാർജ് ചെയ്യുന്ന ഒരു കട എടുത്തു എന്നിരിക്കാം. ഫ്രാഞ്ചൈസി എടുത്തു. ഈ ഒരു ഏരിയയുടെ തമ്പാനൂർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഞാനാണ് മെയിൻ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ സ്റ്റോക്കിസ്റ്റ്. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ മാക്സിമം ആൾക്കാരെ കൊണ്ട് എയർടെൽ അല്ലെങ്കിൽ ജിയോന്റെ സ്റ്റോക്കിസ്റ്റ് എടുപ്പിക്കുക, റീചാർജിങ്ങിന്റെ കട എടുപ്പിക്കും. അവരെ കൊണ്ട് ഇത് റീചാർജിങ് ചെയ്യിപ്പിക്കും. അവർ റീചാർജ് ചെയ്യുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും, കൂടെ എനിക്കും കിട്ടും. ഇവിടെ ബ്ലൂ ലൈഫ് പറയുന്നത്, എനിക്കിവിടെ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം എൻ്റെ കൂടെ മിനിമം 2 പേര്, എ ബി, മിനിമം 2 ആണ്. ഇനി വേണമെങ്കിൽ എത്ര പേര് വേണമെങ്കിൽ ബിസിനസ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം. ഇവർ നമ്മുടെ കൂടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. നമ്മുടെ കൂടെ വരുന്നത് ബിസിനസ് ചെയ്യാനായിരിക്കണം. ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാവും. കസ്റ്റമേഴ്സ് എന്താണ്? പ്രൊഡക്റ്റ് ഉപയോഗിക്കും, അവരതിൻ്റെ റിസൾട്ട് അനുഭവിക്കും, അവരത് വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ അസോസിയേറ്റ് ആവില്ല. നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും ബിസിനസ് നമ്മുടെ കൂടെ ചെയ്യില്ല. പലരും പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ബിസിനസ് ചെയ്യുന്ന മിനിമം 2 പേര് നമ്മുടെ ബിസിനസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ കസ്റ്റമർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് മേടിക്കുക, ഉപയോഗിക്കുക, ഇനി പ്രൊഡക്റ്റ് മേടിക്കുക, ആവശ്യമൊക്കെ മറച്ചു വയ്ക്കുക, എനിക്ക് ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക, റീറ്റെയിൽ പ്രോഫിറ്റ്. പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ബിസിനസ്സുകാരെ കൊണ്ടുവരണം. അതായത് ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ തയ്യാറായ വ്യക്തികളെ കൊണ്ടുവരണം. അപ്പൊ ഇവർ 2 പേരും ജോയിൻ ചെയ്യുമ്പോൾ, ഉദാഹരണം, ഇവർ ജോയിൻ ചെയ്തത് 20,000 പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇവർക്ക് 2 പേർക്കും കമ്പനി ഏകദേശം 28,000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കും. ആർക്ക്? എക്കും കൊടുക്കും, ബിക്കും കൊടുക്കും. ഇവര് കാശ് തന്ന എത്രയാണ്? 20,000. കൈയുടെ പ്രൊഡക്റ്റ് എത്ര കൊടുത്തു? 28,000. ലാഭം എത്രയുണ്ട് ഇവർക്ക്? 8,000 രൂപ ലാഭത്തിലാണ് ഇവര് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ചെയ്തത്. അപ്പൊ ഇത് എന്റെ താഴെ 2 പേര് ഇതുപോലെ 20,000 പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ എന്താവും? സ്റ്റെപ്പ് 1 ആവും. ഇത്രയും സിമ്പിൾ ആണ് സ്റ്റെപ്പ് 1. ഇത് ചെയ്താൽ എങ്ങനെയാണ് വരുമാനം എന്ന് പറയുന്നത്? ഇത് ചെയ്യുമ്പോൾ എന്റെ താഴെ 2 പേര് 20,000 ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 4,060 രൂപ എൻ്റെ ബാങ്കിലോട്ട് വരുമാനമായിട്ട് കയറി വരും. എൻ്റെ KYC ക്ലിയർ ആയാൽ മതി. KYC എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എൻ്റെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കമ്പനിക്ക് അയച്ചിട്ടുണ്ടാവണം, ആധാറിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടാവണം, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടാവണം. ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഇവിടെ KYC ക്ലിയർ ആക്കും. ഈ പൈസ 5% TDS കുറച്ചതിന് ശേഷം, അതായത് സർക്കാരിന് ടാക്സ് കൊടുക്കണം, അത് നിർബന്ധമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വൈറ്റ് മണി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് കയറി വരും. ഇത് 4,060 രൂപ എപ്പോഴാണ് വന്നത്? എൻ്റെ താഴെ ഏകദേശം 40,000 രൂപയുടെ ബിസിനസ് വന്നപ്പോഴാണ് എനിക്ക് 4,000 രൂപ കയറി വന്നത്. ഞാൻ എന്തായി? സ്റ്റെപ്പ് 1 ആയി. അടുത്തത്, ഇത് ചെയ്യാൻ എത്ര സമയമുണ്ട്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാം, വേണമെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ചെയ്യാം, വേണമെങ്കിൽ ഒരു മാസം എടുക്കാം, വേണമെങ്കിൽ ഒരു വർഷം എടുക്കാം. സമയം പരിമിതി ഇല്ല. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ 1 മാസം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 1 മാസം കൊണ്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരാളാണ്. 1 മാസം സമയം എടുത്തിട്ട് ഞാൻ 2 പേരെ ഈ ബിസിനസ്സിലോട്ട് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് കണ്ടെത്തുക. മിനിമം 2. ഇത് 3 ആയാൽ 4 ആയാൽ 5 6 ആയാൽ എൻ്റെ വരുമാനം അത്രയും കൂടും. മിനിമം 2 പേര് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റെപ്പ് 1 ആയി. 2ാമത്തെ മാസം എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെയ്തത് എന്താണോ അത് തന്നെ എനോടും ബിനോടും ചെയ്യാൻ പറയാം. എന്ത് ചെയ്യും? 2 പേരെ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവരും. 2 പേരും
20,000 രൂപയ്ക്ക് ബിസിനസ് അടിക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേർക്കും 28,000 രൂപ പ്രൊഡക്റ്റ് കിട്ടി. എക്ക് വരുമാനത്തിൽ കിട്ടും 4,060. ബിയോട് നമ്മൾ എന്ത് ചെയ്യാൻ പറയും? ഇത് തന്നെ ചെയ്യാൻ പറയും. ഒരു മാസം സമയം എടുത്തോളൂ. ഒരു മാസം സമയം എടുത്തിട്ട് നിങ്ങളുടെ കൂടെ ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യുന്ന രണ്ടുപേരെ കണ്ടെത്തുക. 28,000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും, ബിക്ക് 4,060 കിട്ടും. എയും ബിയും എന്താവും? സ്റ്റെപ്പ് 1 ആവും. എൻ്റെ താഴെ ഇവിടെ ഒരു സ്റ്റെപ്പ് 1 ആയി, ഇവിടെ ഒരു സ്റ്റെപ്പ് 1 ആയി. രണ്ടാമത്തെ മാസം എൻ്റെ വരുമാനത്തിൽ ഉണ്ടാവും ഏകദേശം 5,000 രൂപയുടെ മേളിലായിരിക്കും എൻ്റെ രണ്ടാമത്തെ മാസത്തെ വരുമാനം. മൂന്നാമത്തെ മാസം എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു മാസം സമയം എടുത്തോളൂ, രണ്ടുപേരെ കൊണ്ടുപോകാം. ഇദ്ദേഹത്തിനോട് ഒരു മാസം സമയം എടുത്തോളൂ, രണ്ടുപേരെ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാനായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കൂ. ഇത് നമ്മൾ പതിയെ പതിയെ ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ മൂന്നാമത്തെ മാസം എൻ്റെ വരുമാനം 10,000, നാലാമത്തെ മാസം 20, അഞ്ചാമത്തെ മാസം 40, ഇങ്ങനെ കൂടി കൂടി പോകും. 12 മാസം ആകുമ്പോഴത്തേക്കും ഏകദേശം 1.5 കോടി കയറിയിട്ടുണ്ടാവും. ഈ 12 മാസം എന്ന് പറയുന്നത് ഇത് മാർച്ചാണ്. അടുത്ത വർഷം ഫെബ്രുവരി കറക്റ്റ് ഈ 12 മാസം ആവണമെന്നുണ്ടോ? ഇല്ല. ചില 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ 12ാമത്തെ മാസം എത്തുന്നത്. എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്? ചിലപ്പോൾ വിചാരിച്ചിട്ട് നടക്കില്ല, ചിലപ്പോൾ തന്നെ നടക്കില്ല. ഞാൻ രണ്ടുപേരെ കൊണ്ടുവരും, എനിക്ക് പറ്റും. കാരണം എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് അത്യാവശ്യമാണ്. എനിക്കറിയാം ഇവർക്ക് രണ്ടുപേർക്കും വരുമാനം ഉണ്ടാക്കണമെന്ന് അത്യാവശ്യമാണ്. എനിക്ക് രണ്ടുപേരെ കൊണ്ടുവരാൻ പറ്റും. ഇവരോട് പറഞ്ഞിട്ട് എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാം, രണ്ടുപേരും അവിടെ കൊണ്ടുവരാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എനിക്ക് കൺട്രോൾ ഉണ്ടാവും. കാരണം എനിക്ക് അറിയാൻ പോലും പാടില്ല. ചിലപ്പോൾ എൻ്റെ പരിചയക്കാരൻ്റെ പരിചയക്കാരനാണോ എനിക്കൊരു പരിചയം ഉണ്ടാവും. നാലാമത്തെ സ്റ്റെപ്പിലോ ഏതൊക്കെ നാട്ടുകാരായിരിക്കും ജോയിൻ ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പിലോ ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ആയിരിക്കും അത് ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. ആറാമത്തെ സ്റ്റെപ്പിൽ ചിലപ്പോൾ സൗദിയിലുള്ള ആൾക്കാർ, ദുബായിലുള്ള ആൾക്കാരായിരിക്കും ജോയിൻ ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പാടില്ല അവിടുത്തെ ആൾക്കാർ. പക്ഷെ ഈ ഒരു സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ആയാൽ, ഒരു 12 മാസം ഡ്യൂപ്ലിക്കേറ്റ് ആയാൽ, അത് 12 മാസം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 12 മാസം ആണെന്നില്ല. 1 വർഷം ആയിക്കോട്ടെ, 2 വർഷം ആയിക്കോട്ടെ, 3 വർഷം ആയിക്കോട്ടെ. അപ്പൊ അതിന് കമ്പനി എന്ത് ചെയ്തു? കമ്പനി സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങളുടെ താഴെ ഈ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ സ്റ്റെപ്പ് 1 പതിയെ പതിയെ കൂടും. എന്നാണോ നിങ്ങളുടെ താഴെ 45 സ്റ്റെപ്പ് 1 മാച്ച് ആവുന്നത്, അന്ന് നിങ്ങൾക്ക് എല്ലാ വരുമാനത്തിന്റെ പുറമെ 1.5 ലക്ഷം രൂപ അഡീഷണൽ തരാം ബോണസ് ആയിട്ട്. അപ്പോൾ എല്ലാ വരുമാനവും എത്ര ഉണ്ടാവും? ടോട്ടൽ ഈ ബോണസ് അടക്കം ഏകദേശം 5 മുതൽ 6 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാവും. ഏകദേശം എൻ്റെ താഴെ 45 സ്റ്റെപ്പ് വരുമ്പോൾ ഏകദേശം 5 to 6 lakh rupees എനിക്ക് വരുമാനമായിട്ട് ബ്ലൂ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇതിന് സമയം പരിമിതി ഉണ്ടോ? ഇല്ല. എന്നാണോ അത് 90 ആവുന്നത്, അന്ന് എനിക്ക് കമ്പനി 3 ലക്ഷം രൂപ ബോണസ് തരും. ടോട്ടൽ വരുമാനം എനിക്ക് 9 മുതൽ 10 ലക്ഷം വരെ ഉണ്ടാവും. 45 90 അപ്പൊ എത്ര കൂടി പറഞ്ഞു? 45 കൂടി വന്നാൽ മതി. ഇതിന് സമയം പരിമിതി ഉണ്ടോ? ഇല്ല. അടുത്തത് 225 എന്നാണോ മാച്ച് ആവുന്നത്, അന്ന് എനിക്ക് ഏകദേശം ഒരു 18 മുതൽ 20 ലക്ഷം രൂപ വരുമാനം കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ സമയം പരിമിതി ഇല്ല. ഇത് കൂടി കൂടി പോകും. 450, 900, 1800, 3600. ഈ 3600 മാച്ച് ആവുമ്പോൾ എനിക്ക് 1 കോടി ടോട്ടൽ വരുമാനം 2.5 കോടിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. 1800 മാച്ച് ആവുമ്പോൾ 50 ലക്ഷം ടോട്ടൽ വരുമാനം 1.5 മുതൽ 1.6 കോടി. 900 മാച്ച് ആവുമ്പോൾ 25 ലക്ഷം ടോട്ടൽ വരുമാനം 75 മുതൽ 80 ലക്ഷം. 450 മാച്ച് ആവുമ്പോൾ 15 ലക്ഷം ടോട്ടൽ വരുമാനം ഏകദേശം 40 ലക്ഷം. ഇതാണ് സ്റ്റെപ്പ് 1 എൻ്റെ താഴേക്ക് മാച്ചിങ് നടക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയല്ല. ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നു, ഞാൻ സ്റ്റെപ്പ് 1 ആയി. ഇവര് രണ്ടുപേരും കൊണ്ടുവന്നപ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റെപ്പ് 1 ആയി. എനിക്ക് എത്ര സ്റ്റെപ്പ് 1 ആയി? 1. ഇനി പതിയെ ഈ ഒരു സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എന്നാണോ 45 ആവുന്നത്, അന്ന് എനിക്കൊരു 6 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് എന്നാണ് 90 ആവുന്നത്, അന്നൊരു 10 ലക്ഷം രൂപ ബെനിഫിറ്റ് ഉണ്ടാവും. എന്താണോ 225 ആവുന്നത്, അന്ന് 20 ലക്ഷം രൂപ. ഇതുപോലെ പതിയെ കയറി വരും. ഇതിന് സമയം പരിമിതി ഇല്ല.
അപ്പൊ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്പീഡിൽ പോയാൽ നേരത്തെ കാശ് ഉണ്ടാക്കാം, സ്ലോയിൽ പോയാൽ പതിയെ ഉണ്ടാക്കാം. പക്ഷെ വരുമാനം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇവിടെ 3600 എത്തുമ്പോഴാണ് 2.5 കോടി കിട്ടുക. ഇവിടെ എത്തിയില്ലെങ്കിലോ? എന്റെ താഴെ ഈ 3600 സ്റ്റെപ്പ് 1 മാച്ച് ആയില്ലെങ്കിൽ എനിക്ക് 2.5 കോടി കിട്ടില്ല. പക്ഷെ 1800 ആയാൽ 1.5 കോടി കിട്ടിയിട്ടുണ്ടോ? ഇനി 1800 ആയില്ല, 900 ആയാൽ 80 ലക്ഷം കിട്ടിയിട്ടുണ്ടോ? അതും ആയില്ല, 450 ആയാൽ 40, 225 ആയാൽ 20, 90 ആയാൽ 10, 45 ആയാൽ ഏകദേശം 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇനി 45 ആയില്ല, 10 ആയാലും എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവട്ടോ. കാരണം 1 എത്രയായി വരുമാനം? 4060 ആയി. അത് 2 ആവുമ്പോഴോ ഏകദേശം 8000 ആവും. 3 ആവുമ്പോഴോ വരുമാനം പതിയെ കയറും. ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഈ ഒരു ബോണസ് നമുക്ക് എക്സ്ട്രാ വരും. വരുമാനം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു ബോണസ് നമുക്ക് എക്സ്ട്രാ വരും. ഇവിടെ 7.5, ഇവിടെ 15, ഇവിടെ 25 ഞാൻ എഴുതിയേക്കുന്ന നോക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ കിട്ടും കമ്പനി. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ബേസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് 1 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ലൈഫിന്റെ എല്ലാ വരുമാനങ്ങളും എല്ലാം ഞാൻ കുറച്ചും കൂടി 8, 9, 10 രൂപയാണ് എഴുതിയിരുന്നത്, എല്ലാം ഇതിനകത്തോട്ട് കയറി വരും. ഇതിനകത്തോട്ട് ആകെയുള്ളത് ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാർച്ച് 31-ാം തീയതി 2 സംഭവങ്ങൾ തീരും. മാർച്ച് 31-ാം തീയതി തീരുന്ന ആദ്യത്തെ സംഭവം ആണ് നമ്മുടെ 2 രാത്രി 3 പകല് ഗോവയിലുള്ള ഒരു 5 സ്റ്റാർ ഡിലക്സ് ഹോട്ടലില് താമസം, ഭക്ഷണം, ട്രെയിനിങ്, ഗാലഡിയർ എല്ലാം കമ്പനിയുടെ ഒരു അവാർഡ് നൈറ്റാണ്. ഇന്ത്യയിലുള്ള ഏകദേശം ഒരു 500-600 വ്യക്തികൾ മിനിമം അക്രോസ് ഇന്ത്യ എന്നുള്ള ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന ഒരു ഇവന്റ്. അവിടെ നിങ്ങൾക്കും പങ്കെടുക്കാം, ഫ്രീ ആയിട്ട്, 10 പൈസയുടെ ചെലവില്ല. നിങ്ങളുടെ താമസം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും കമ്പനി അവിടെ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജാനുവരി മുതൽ മാർച്ച് വരെ, ജാനുവരി 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെ നമ്മൾ സ്റ്റെപ്പ് 1 ആണെങ്കിൽ 4 BBB മേടിച്ചിട്ടുണ്ടാവണം. BBB എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് ബിൽഡർ ബോണസ്. എന്താണ് ബിസിനസ് ബിൽഡർ ബോണസ്? ഞാൻ 2500 രൂപ പെർഫോമൻസ് ബോണസ് മേടിക്കുമ്പോൾ കമ്പനി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് 2500 രൂപ തരും. ഇതാണ് ഗിഫ്റ്റിന്റെ പേരാണ് ബിസിനസ് ബിൽഡർ ബോണസ്. അപ്പോൾ ഞാൻ 5000 മേടിച്ചിട്ടുണ്ടെങ്കിലോ കമ്പനി എനിക്ക് 5000 തരും. ഞാൻ 10000 മേടിച്ചിട്ടുണ്ടെങ്കിലോ കമ്പനി എനിക്ക് 10000 തരും. ഞാൻ 20000 മേടിച്ചിട്ടുണ്ടെങ്കിലോ കമ്പനി എനിക്ക് 20000 തരും. ഇനി ഞാൻ 50000 മേടിച്ചിട്ടുണ്ടെങ്കിലോ കമ്പനി എനിക്ക് 20 ഗിഫ്റ്റായിട്ട് എക്സ്ട്രാ എൻ്റെ വരുമാനത്തിന് പുറമെ തരുള്ളൂ. ഇത് ഓരോ മാസം നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഒരു വരുമാനമാണ്. ഉദാഹരണം, മാർച്ച് മാസം 1-ാം തീയതി മുതൽ മാർച്ച് മാസം 31-ാം തീയതി വരെ ഞാൻ മാച്ചിങ് ബോണസ് 2500 രൂപ മേടിക്കുമ്പോൾ അടുത്ത മാസം എനിക്ക് 2500 രൂപ ഗിഫ്റ്റ് ആയിട്ട് തരും. ഈ മാസം 5000 മേടിച്ചാലോ അടുത്ത മാസം 15-ാം തീയതി എനിക്ക് 5000 രൂപ ഗിഫ്റ്റ് ആയിട്ട് വരും. ഈ മാസം 10000 മേടിച്ചാൽ അടുത്ത മാസം 10000 രൂപ ഗിഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഓരോ 2500-ന് നമ്മൾ 2500 രൂപ തരുന്നത്. അപ്പൊ ഒരു 2500 രൂപ ഒരു പോയിന്റ് ആണ്. ഇവിടെ 2500 രൂപ 2 പോയിന്റ് ആയി. ഇവിടെ 4 2500 ആയി, 4 പോയിന്റ്. ഇവിടെ 8 ആയി, 8 പോയിന്റ്. അപ്പൊ എത്ര എണ്ണം മേടിക്കണം? 4 ബിസിനസ് ബിൽഡർ ബോണസ്. ഇതുവരെ ഒന്നും മേടിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ എത്ര എണ്ണം മേടിക്കണം? 4 എണ്ണം മേടിക്കണം. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇന്ന് വരെ ഒന്നും മേടിച്ചിട്ടില്ലെങ്കിൽ അവർ 4 BBB മേടിക്കണം. അതായത് എത്ര മേടിക്കണം? 10000 രൂപ മേടിക്കുമ്പോൾ 10000 രൂപ എക്സ്ട്രാ. ഈ 10000 രൂപയാണ് നിങ്ങൾ മേടിക്കേണ്ടത്. ഈ 10000 രൂപ മേടിക്കാനായിട്ട് 2 ലെഗിലാണെങ്കിൽ 1.5 ലക്ഷം മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ 10000 രൂപ പെർഫോമൻസ് ബോണസ് കിട്ടി, ബിസിനസ് ബിൽഡർ ബോണസ് 10000 കിട്ടി. ടോട്ടൽ എത്രയായി? 20000 പ്ലസ് ഡയറക്ട് സെയിൽ ബോണസ്, പെൻഡിങ് ബോണസ് എല്ലാം കൂടി ചേർത്തിട്ട് 3000 തൊട്ട് 5000 വരെ ഉണ്ടാവും.
ടോട്ടൽ അപ്പോൾ എത്രയും 25,000 പ്ലസ് ഒരു ഗോവ സീറ്റ് ഏകദേശം 20,000 രൂപ വില വരുന്ന ഗോവ സീറ്റ് ടോട്ടൽ 45,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടും. 1,00,000 മാച്ച് ആവുമ്പോൾ ഇതാണ് നിങ്ങൾ ഈ മാസം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. താഴെ വരുന്ന ബിസിനസ് എത്രയാണ്? 1,50,000. പലവർക്കും ചിലപ്പോൾ ഒരു സൈഡിൽ ബിസിനസ് ഉണ്ടാവും 1,50,000. അവർ ഇപ്പുറത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾ സ്റ്റെപ്പുകളാണ് ചെയ്യണമെങ്കിലോ 4 സ്റ്റെപ്പുകൾ നിങ്ങളുടെ ടീമിൽ മാച്ച് ആയാൽ മതി. 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എത്ര ബിസിനസ് ചെയ്യണേ? 40,000. ഇവിടെ 40,000 ബിസിനസ് എത്രയായി? 1,60. നമുക്ക് വേണ്ട എത്രയാ? 1,50. 4 സ്റ്റെപ്പ് മാച്ച് ചെയ്താൽ മതി. മാർച്ച് 30 മുന്നേ നിങ്ങൾക്ക് ഈ 25,000 രൂപ വരുമാനം കിട്ടും. ഏകദേശം ഒരു 20,000 രൂപ വരെ വരുന്ന ഗോവ ട്രിപ്പ് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ഇത് 2 ലെഗിലല്ല 4 ലെഗിൽ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ചെയ്യാൻ പറയില്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ 2 ലെഗിലാണെങ്കിൽ എത്രയാണ്? 1.5. ചിലർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ പറഞ്ഞു തരാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. 4 ലെഗിലും 50,000 വന്നാലും നമുക്ക് എന്ത് കിട്ടും? 10,000, 5,000, 20,000 അതേ വരുമാനം കിട്ടും. നമ്മുടെ കമ്പനിയുടെ പ്ലാൻ പ്രകാരം ഇവിടെ എത്ര ബിസിനസ്സായി? 50,000 വെച്ച് 4 ലെഗിൽ നമ്മുടെ ടോട്ടൽ ബിസിനസ് എത്രയായി? 2 ലക്ഷം. ഇവിടെ എത്രയായിരുന്നു? 3 ലക്ഷം. 1 ലക്ഷം രൂപ ബിസിനസ് കുറവ് ചെയ്താലും അതേ വരുമാനം ഇവിടെ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ലെഗിൽ 50 വന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റും 25,000 രൂപ ക്യാഷും 20,000 രൂപയുടെ ഗോവയും കൂടി കിട്ടും. ഇനി അല്ല 2 ലെഗിലാണ് ഇതാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഇത് സിസ്റ്റമിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുള്ളൂ. ഇത് താൽക്കാലിക ലാഭം മാത്രമേ ഉള്ളൂ. പലരും ചെയ്യുന്നുണ്ട്, താൽക്കാലിക ലാഭം നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാവിയിലോട്ട് ഗുണം വേണമെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മുടെ സിസ്റ്റമിന്റെ ഭാഗമാണ്. ഇത് ഔട്ട് ഓഫ് സിസ്റ്റമാണ്. ഇത് റെക്കമെൻഡ് ചെയ്യില്ല, ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലത്. 1.5 വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 25,000 രൂപ വരുമാനവും ഒരു ഗോവ സീറ്റ് കൂടി ഫ്രീ ആയിട്ടാണ് കിട്ടും. ഏറ്റവും അവസാനമാണ് സേഫ് സോൺ. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സെക്ഷനോടെ അവസാനിപ്പിക്കും. നമ്മളെല്ലാവരും സേഫ് സോണിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ താഴെ ടോട്ടൽ 7 സ്റ്റെപ്പ് നമ്മൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം കൊണ്ട് എൻ്റെ ടീമിൽ കൂടെ 7 സ്റ്റെപ്പ് മാച്ച് ചെയ്താൽ ഞാൻ സേഫ് സോണിൽ കയറും. സേഫ് സോണിൽ കയറിയാൽ എന്താണ് ഗുണം? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എത്ര സ്ലോ ആയിട്ട് പോയിട്ട് 45 സ്റ്റെപ്പുകൾ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 1.5 ലക്ഷം കിട്ടും. 90 മാച്ച് ചെയ്യുമ്പോൾ 3 ലക്ഷം കിട്ടും. 225 ചെയ്യുമ്പോൾ 7 ലക്ഷം കിട്ടും. ഇങ്ങനെ കൂടി ഞാൻ പറഞ്ഞിരുന്നു 1 കോടി വരെ കിട്ടും. എത്രയിലാണ്? 3,600. ഈ സേഫ് സോണിൽ കയറിയ വ്യക്തികൾക്ക് ഇതിന് സമയപരിമിതി ഇല്ല. സേഫ് സോണിൽ കയറിയ വ്യക്തികൾക്ക് സമയപരിമിതി ഇല്ല. സേഫ് സോണിൽ കയറാത്ത വ്യക്തികളാണെങ്കിലോ അവർക്ക് സമയപരിമിതി ഉണ്ടാവും. ഈ പറയുന്ന 45 വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വർഷം, അതായത് 12 മാസം. 90 വരാൻ 12 മാസം. 225 വരാൻ 15 മാസം. ഇത് വരാൻ 30 മാസം. ഇതുപോലെ സമയപരിമിതി ഉണ്ടാവും. നിങ്ങൾ സേഫ് സോണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ സമയപരിമിതി കമ്പനി എടുത്ത് കളയും. നിങ്ങൾ എത്ര സ്ലോ ആയിട്ട് പോയാലും നിങ്ങൾക്ക് ഈ പറയുന്ന 1 കോടി പ്ലസ് 50 ലക്ഷം ടോട്ടൽ 2.5 കോടി രൂപ വരുമാനം ഇവിടെ മേടിക്കാം. ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 90% തലയിൽ കയറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആകെ ഒരു സ്ഥാനമാണ് തലയിൽ കയറ്റുന്നത്. ഒറ്റ ഒരു കാര്യം മാത്രം, നമ്മുടെ സിസ്റ്റം സ്റ്റെപ്പ് 1. ഞാൻ ആദ്യം
സ്റ്റെപ്പ് 1 അച്ചീവ് ചെയ്യുക.